അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദ്യം തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ക്ഷമ ചോദിക്കുകയാണ്. അതായത് ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് പിഴച്ചു പോയിട്ടുണ്ട് നമ്മുടെ സ്റ്റോറി പറയുന്നതിനിടയിൽ. അപ്പോൾ നമ്മളെ നൂർ ഫാത്തിമയുടെയും അതുപോലെ തന്നെ നമ്മുടെ മുഹ്സിയുടെ ആങ്ങളുടെ വൈഫിൻ്റെയും ഡെലിവറി ടൈമൊക്കെ കുറച്ച് രീതിയിൽ മാറ്റങ്ങളൊക്കെ വന്നു. അതിൽ ആദ്യം തന്നെ ഞങ്ങളുടെ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നമുക്ക് സ്റ്റോറിയിലേക്ക് പ്രവേശിക്കാം കേട്ടോ. തൽക്കാലം നിങ്ങളൊന്ന് ക്ഷമിക്കത്. നൂർ ഫാത്തിമ അവൾക്ക് വേണ്ടി ദ്വാ ചെയ്യാണ്. പഠിച്ചോനെ റഹ്മാനെ, അള്ളാഹുവെ സുഖപ്രസവം നീ പ്രദാനം ചെയ്യേ. എന്നാൽ ഈ സമയമായപ്പോഴേക്കും ഉസ്താദിനെ കൊണ്ട് ഒപ്പിടിവിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുവാനുള്ള ഡ്രസ്സെല്ലാം അണിയിച്ചൊരുക്കി അവളെ അതാ കൊണ്ടുപോകുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു രംഗം കണ്ട് ഉസ്താദ് വിതുമ്പിപ്പോയി. എൻ്റെ റബ്ബേ, സുഖപ്രസവം തരണേ എന്ന് അള്ളാഹുവിനോട് പലവട്ടം കരഞ്ഞ് പ്രാർത്ഥിച്ചതാണ്. പക്ഷേ സാരല്ല, വിധിയായിരിക്കും, അള്ളാഹുവിൻ്റെ വിധിയായിരിക്കും, അല്ലാതെ എന്താ, നമ്മൾ ശ്രമിക്കായിട്ടല്ലല്ലോ. വേദന കൊണ്ട് അവൾ ഒരുപാട് പുളഞ്ഞിട്ടുണ്ട്, ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. പഠിച്ചവനെ, അതിനൊക്കെ അവൾക്ക് അതിൻ്റേതായ രീതിയിലുള്ള പ്രതിഫലം നീ നൽകു റഹ്മാനെ. എൻ്റെ പെണ്ണ് ഒരുപാട് വേദന സഹിച്ചു ആ ലാബ് റൂമിൽ കിടന്ന്. പക്ഷേ എത്രയൊക്കെ തന്നെ സഹിച്ചിട്ടും എത്രയൊക്കെ തന്നെ സഹിക്കാൻ തയ്യാറായിട്ടും ഡോക്ടർ പറയുന്ന അവസാന വാക്ക്, അതെ, ഇന്ന് നിങ്ങൾ കൂടുതലായിട്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കുഞ്ഞിനെ നഷ്ടപ്പെടും കേട്ടോ, പിന്നെ കുഞ്ഞിനെയും അമ്മയെയും കിട്ടാത്ത അവസ്ഥയിലായിരിക്കും, അപ്പോൾ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യായിരിക്കും നല്ലത്. പക്ഷേ എന്നിട്ടും അവൾ വിചാരിച്ചു, ഇക്ക ഞാൻ സഹിച്ചോളാം, ഞാൻ എത്ര വേണമെങ്കിലും സഹിച്ചോളാം, എനിക്ക് സുഖപ്രസവം മതി. അവൾ കരഞ്ഞു പറഞ്ഞിരുന്നു. ഡോക്ടറോടും അവൾ പറഞ്ഞു, ഡോക്ടറെ പ്ലീസ്, എനിക്ക് സഹിക്കാൻ കഴിയണില്ല, എങ്കിലും ഞാൻ സഹിച്ചോളാം. ഡോക്ടറെ, എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ സഹിച്ചോളാം, ഓപ്പറേഷൻ ചെയ്യേണ്ട, എനിക്കിഷ്ടമല്ല അത്. എന്താ മോളെ നീ പറയുന്നത്? അപ്പം നിനക്ക് കുഞ്ഞിൻ്റെ ജീവനല്ലേ വലുത്? അതല്ല, ഞാൻ എത്ര വേണമെങ്കിലും സഹിച്ച് പ്രസവിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഡോക്ടറോട് അവൾ പലതവണ പറഞ്ഞു നോക്കി. ഡോക്ടർക്കാണെങ്കിൽ അന്ന് നല്ല തിരക്കുള്ള ദിവസവും പെട്ടെന്ന് തന്നെ ഡോക്ടർക്ക് ഡെലിവറി കഴിഞ്ഞ് പോവണം, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണം. ഇതിപ്പോൾ ഡെലിവറി ആകുന്നുമില്ല, ഡോക്ടർ വെയിറ്റ് ചെയ്യാൻ തയ്യാറല്ല. എനിക്ക് 12 മണിയാകുമ്പോൾ പോകണം, അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഡോക്ടറെ പ്ലീസ്, നിങ്ങളൊന്നും കൂടെ ട്രൈ ചെയ്യൂ, ഒന്നും കൂടി ശ്രമിക്കൂ, ഞാൻ എന്ത് വേണമെങ്കിലും, എനിക്ക് എത്രയും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. അതെ ഷാഹിന, ഇത് കളിയല്ല, പെട്ടെന്ന് സിസേറിയൻ ചെയ്യണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. വീണ്ടും ഡോക്ടർ പറഞ്ഞപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. കൂട്ടത്തിൽ 2-3 സിസ്റ്റേഴ്സ് വന്ന് പറയുന്നു, എന്താ കുട്ടി ഇതിങ്ങനെ? എല്ലാ പെൺകുട്ടികളും വേദന എനിക്ക് സഹിക്കാൻ വയ്യ, എന്നെ ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറയുന്ന യുഗമാണിപ്പോൾ. നീ എന്താ ഇങ്ങനെ? എല്ലാവരും, അധികം ആളുകളും പറയുന്നു, വേണ്ട, എനിക്ക് പ്രസവവേദന സഹിക്കാൻ കഴിയില്ല, ഞാൻ ഓപ്പറേഷൻ എനിക്ക് മതി എന്ന് ആദ്യമേ തീരുമാനം എടുക്കുകയാണ്. എന്ത്, നിനക്ക് അതിനോട് താല്പര്യമില്ലേ? എനിക്കിഷ്ടമല്ല, എനിക്ക് സുഖപ്രസവമാണ് ഇഷ്ടം, എനിക്ക് എൻ്റെ പടച്ച റബ്ബിൽ നിന്നുള്ള ആ ഒരു പ്രസവമാണ് എനിക്കിഷ്ടം. ആഹാ, പിന്നെ മറ്റേതൊക്കെ പിന്നെന്താ? ആ വേദനക്കിടയിൽ അവളത് പറഞ്ഞൊപ്പിച്ചു. പക്ഷെ അവരുടെ ആ ഒരു വാക്കുകൾ അവസാനമായി ഡോക്ടർ പറഞ്ഞു, ഇനി രക്ഷയില്ലട്ടാ, ഞാൻ പോവുകയാണ്, പിന്നെ വേറെ ആരും നോക്കിക്കൊണ്ടി, അല്ലാതെ എനിക്കിതും വെച്ച് നിൽക്കാൻ കഴിയൂല. അങ്ങനെ പെട്ടെന്ന് അവളുടെ ഹസ്ബൻഡിനെ കൊണ്ട് ഒപ്പിടുവിച്ചു. അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. ഉസ്താദ് വിതുമ്പി കരയുകയാണ്, പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് അവൻ പൊട്ടിക്കരയുന്നത് 2 ഉമ്മമാർ നോക്കി നിന്നു. പടച്ചോനെ, മോനെ കരയല്ലടാ, പെണ്ണുങ്ങളാകുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, പ്രസവം നടക്കാഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക, നമുക്ക് നമ്മളെ കുട്ടിയെ രക്ഷപ്പെടുത്തണ്ടേ? ഉമ്മമാർ അവരെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. പാവം ഷാഹിനയുടെ ഉമ്മയും വല്ലാതെ വിഷമിച്ചിട്ടുണ്ട്. പഠിച്ചോനെ, എൻ്റെ കുട്ടിക്ക് ആദ്യത്തെ തന്നെ ഓപ്പറേഷൻ ആണല്ലേ റഹ്മാനെ, എത്ര ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ ഒരു കുഞ്ഞുണ്ടായിട്ട്, അല്ലാ നീ സുഖപ്രസവം പഠിച്ചോനെ, കുഞ്ഞിനൊന്നും സംഭവിക്കരുതേ അല്ലാ. ആ ഉമ്മയും കരഞ്ഞ് ദുആ ചെയ്തു. തിയേറ്ററിനുള്ളിലും അവൾക്ക് ശക്തമായ വേദന വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നതാ
ഡോക്ടർ വിളിക്കുന്നു. ഷാഹിനിയുടെ കൂടെയുള്ളവരുടെ ആ പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് കേട്ടോ. അവരാകെ പേടിച്ചു പോയി. പഠിച്ചോനെ, എന്തായിരിക്കും? കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചോ? അതോ എൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഉസ്താദിന് അവരുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയുന്നില്ലായിരുന്നു. നിങ്ങളല്ലേ ഷാഹിനിയുടെ ഭർത്താവ്? ഡോക്ടർ ചോദിക്കുന്നു. അവനക്ക് ശരിക്കും ഭയമായി. പഠിച്ചോനെ, എന്താണാവോ, എന്തൊക്കെയാണോ സംഭവിച്ചത്? കാരണം സിസേറിയൻ ചെയ്യാൻ സമ്മതിക്കാതെ കുറച്ച് സമയം അവിടെ വേദന സഹിച്ചവൾ നിന്നിരുന്നു. റബ്ബേ, എന്താണാവോ? എല്ലാവരുടെയും മനസ്സ് പിടക്കുന്നു. പെട്ടെന്ന് തന്നെ അതാ ഡോക്ടർ അകത്തേക്ക് പോകുന്നു. ഷാഹിനിയുടെ ഭർത്താവ് ഇവിടെ വരൂ. അവൻ ആ വാതിലിൻ്റെ അടുക്കലേക്ക് വന്നു. പെട്ടെന്നതാ വെള്ള ടർക്കിയിൽ പൊതിഞ്ഞു പിടിച്ച ഒരു രൂപവുമായി പ്രതീക്ഷിക്കാതെ അതാ ഉസ്താദിൻ്റെ അടുക്കലേക്ക് വരുന്നു. ഒരു നിമിഷം ഉസ്താദ് ഞെട്ടിപ്പോയി. റബ്ബേ, എൻ്റെ കുട്ടിക്ക് എന്ത് പറ്റി? എന്നാൽ ഡോക്ടർ പറഞ്ഞു, കൺഗ്രാജുലേഷൻസ്, ദാ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് പിറന്നിരിക്കുന്നു. അത് കേട്ട നിമിഷം അവരെല്ലാവരും അൽഹംദുലില്ലാ, മാഷാ അല്ലാ ഒരുമിച്ച് പറഞ്ഞു. കുഞ്ഞിനെ സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങിയപ്പോൾ ചോദിച്ചു ഉസ്താദ്, അല്ല ഡോക്ടർ, സിസേറിയൻ ആണോ? അത് പറയാം കേട്ടോ. കുഞ്ഞിനെ അവരെ ദാ എല്ലാവരും എടുത്ത് അപ്പോഴേക്കും ഉസ്താദ് കുഞ്ഞിനെ ബാങ്ക് കൊടുക്കുവാൻ വേണ്ടി ഒരു ഭാഗത്തേക്ക് ചെല്ലുന്നു. കുഞ്ഞിനെ മധുരം നൽകാൻ, സംസം വെള്ളം നൽകാം, അത് ഉമ്മയും അതിനു വേണ്ടി ശ്രമിക്കുന്നു. ഉസ്താദ് കുഞ്ഞിൻ്റെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നു. അല്ലാ, അൽഹംദുലില്ലാ, ഒരു ആൺകുഞ്ഞാണ് പിറന്നിരിക്കുന്നത്. ഡോക്ടർ ദാ പിന്നെയും വരുന്നു. കുഞ്ഞിനെ തരൂട്ടോ. പിന്നെ ഷാഹിനിയുടെ ഹസ്ബൻഡോട് വരൂ. ഡോക്ടർ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഹേയ്, വന്ന് നോക്കൂ. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്ന ഉസ്താദ് ശരിക്കും അവളെ കണ്ട് ഞെട്ടുകയാണുണ്ടായത്. സാധാരണയായി ഓപ്പറേഷൻ കഴിഞ്ഞാൽ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഉമ്മയെയായിരിക്കും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. അതും എത്രയോ മണിക്കൂറുകൾക്കകം. അത് കഴിഞ്ഞതിന് ശേഷമാണ് കൂടെയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. എന്നാൽ ആ നിമിഷം തന്നെ അതാ ഉസ്താദിനെ കാണിച്ചു കൊടുക്കുന്നു. ചിരിച്ചുകൊണ്ട് കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയാണ് ഉസ്താദ് കണ്ടത്. ഷാഹിന, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇക്ക, എന്താ മോളെ സംഭവിച്ചത്? അല്ല, എന്താണ് ഇപ്പോൾ ഇത്? സിസേറിയൻ കഴിഞ്ഞോ? അത് ഇത്രയേ ഉള്ളൂ? അല്ലിക്ക, എനിക്ക് സുഖപ്രസവമായിരുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഞാൻ പുറത്ത് പോയെന്ന് പറയട്ടെ, എൻ്റെ ഉമ്മയും നിൻ്റെ ഉമ്മയൊക്കെ കാത്തിരിക്കുകയാണ്. അവരൊക്കെ സിസേറിയനെന്ന് വിചാരിച്ച് ടെൻഷനായി നിൽക്കുകയാണ്. ഡോക്ടർ അപ്പോഴേക്കും, ഹലോ, ഷാഹിനയുടെ ഭർത്താവിനോട് എനിക്ക് പറയാനുള്ളത്, എന്തൊക്കെ തന്നെയാലും സ്പെഷ്യൽ കൺഗ്രാജുലേഷൻസ് ആണ് നിങ്ങൾക്കുള്ളത്. സാധാരണയായി ഇതിവിടെ പതിവില്ല. കാരണം ഓപ്പറേഷന് വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഇട്ട് സെറ്റാക്കിയിട്ടാണ് ഞങ്ങൾ ഇതിനുള്ളിലേക്ക് വന്നത്. പക്ഷേ അതിനുവേണ്ടി ഞങ്ങൾ അനസ്തേഷ്യ കൊടുക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അനസ്തേഷ്യക്ക് വേണ്ടിയുള്ള ആ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൾക്ക് ഭയങ്കരമായൊരു പെയിന് വന്നു. ആ ഒരു പെയിന് വരലും അവൾ പ്രസവിക്കലും ഒരുമിച്ചായിരുന്നു. ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മാഷാ അല്ലാ, അല്ലാ, ഞാൻ ഈ വാർത്തയൊന്ന് എൻ്റെ ഉമ്മമാരോടൊന്ന് പറഞ്ഞു വരട്ടെ. ഉസ്താദ് ദാ സന്തോഷത്തോടു കൂടി പുറത്തേക്ക് ഓടുന്നു. എല്ലാവരും അവനെ കാത്തു നിൽക്കുന്നു. മോനെ, എന്താടാ, എന്താ? അവർക്കാകെ ടെൻഷനായിരുന്നു. ഉമ്മ, അവൾക്ക് സുഖപ്രസവമാണ്. അവൾ സുഖപ്രസവം തന്നെയാണ് പഠിച്ച റബ്ബ് അവൾക്ക് നൽകിയിട്ടുള്ളത്. ആണോ? അൽഹംദുലില്ലാ, മാഷാ അല്ലാ. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് സുഖപ്രസവം, അതൊരു അത്ഭുതം തന്നെയാണ്. അവിടെ ആകെ സന്തോഷം അലതല്ലി. പെട്ടെന്ന് തന്നെ ഉസ്താദ് നേരെ വിളിച്ചത് തൻ്റെ പ്രിയപ്പെട്ട നാഫി ഉസ്താദിനായിരുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നാഫി ഉസ്താദേ, അൽഹംദുലില്ലാ, മാഷാ അല്ലാ, ഒരു സന്തോഷ വാർത്ത. ഉസ്താദ് അത് കാതോർത്തിരിക്കുകയായിരുന്നു. വൈഫ് പ്രസവിച്ചു കേട്ടോ, അൽഹംദുലില്ലാ, മാഷാ അല്ലാ. പഠിച്ചോനെ, ഞാൻ നൂർ ഫാത്തിമയുടെ വിവരം പറയട്ടെ കേട്ടോ. പാവം നൂർ ഫാത്തിമ ആ സമയത്തും നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യായിരുന്നു. പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന എൻ്റെ പെണ്ണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് കണ്ട
നാഫി ഉസ്താദിന് ശരിക്കും സന്തോഷമായി. നൂർ ഫാത്തിമ, ആ നാഫിക, അൽഹംദുലില്ലാ പ്രസവം കഴിഞ്ഞിരിക്കുന്നു. മാഷാ അല്ലാ. ആണോ? അല്ലാ പഠിച്ചോനെ, അൽഹംദുലില്ലാ. നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയുന്നില്ല. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ. നൂർ ഫാത്തിമ അള്ളാഹുവിനെ സ്തുതി പറഞ്ഞുകൊണ്ടിരുന്നു. അല്ലാ, നീ എത്ര കാരുണ്യവാനാണ്. നിന്നോട് കരഞ്ഞു ചോദിച്ചാൽ, കരഞ്ഞു പറഞ്ഞാൽ എന്തും നീ നേടിത്തരും എന്ന് എനിക്ക് ഒരിക്കൽ കൂടി ഇതാ മനസ്സിലായിരിക്കുന്നു. റബ്ബേ, ഒരിക്കലും നിനക്ക് എത്ര നന്ദി പറഞ്ഞാലും ശുക്ർ ചെയ്താലും ഒരിക്കലും അത് മതിയാവില്ല. പഠിച്ചോനെ, ഈ എളിയവളുടെ പ്രാർത്ഥന നീ സ്വീകരിക്ക റഹ്മാനെ. നൂർ ഫാത്തിമ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. ഉസ്താദ് തിരിച്ചു വിളിക്കുന്നു. എടാ എന്തായി? എന്നിട്ട് കണ്ടോ കുഞ്ഞിനെ? കണ്ടു, അൽഹംദുലില്ലാ ആൺകുഞ്ഞാണ്, മാഷാ അല്ലാ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചോദിച്ചാൽ എല്ലാം തരും അല്ലേ ഉസ്താദേ? അതെ. നൂർ ഫാത്തിമ കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യായിരുന്നു. നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥന പടച്ച റബ്ബ് കേട്ടു. ഉസ്താദേ, പിന്നെ അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിരുന്നു. ആ, കൊണ്ടുപോയിട്ട് അല്പസമയത്തിന് അകം തന്നെ അവൾ പ്രസവിക്കുകയും ചെയ്തു. സുഖപ്രസവം. കീറി മുറിക്കേണ്ട ഒരവസ്ഥ എൻ്റെ ഭാര്യയ്ക്ക് വന്നില്ല. അൽഹംദുലില്ലാ, ഉസ്താദ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എത്രയൊക്കെ തന്നെ പടച്ച റബ്ബിനോട് നന്ദി പറഞ്ഞാലും ഒരിക്കലും പകരമാവില്ല അവൻ ചെയ്തു തരുന്ന കാരുണ്യം. അവൻ്റെ കാരുണ്യം, കരുണാ കടാക്ഷം. പടച്ചോനെ, എത്രമാത്രം കാരുണ്യവാനാണ് പടച്ച റബ്ബ്. നമ്മളവനോട് കരഞ്ഞു ചോദിച്ചാൽ എന്തും പടച്ച റബ്ബ് തരും, അതുറപ്പാണ്. നൂർ ഫാത്തിമ വളരെയധികം സന്തോഷവതിയായിക്കൊണ്ടാണ് ഉസ്താദിൻ്റെ അടുക്കലേക്ക് വന്നത്. നാഫിക ചിരിച്ചുകൊണ്ട് തൻ്റെ നൂർ ഫാത്തിമ വരുന്നത് കണ്ട ഉസ്താദ് പൂർണ്ണ ഗർഭിണിയായി വരുന്ന ആ ഒരു രംഗം കണ്ടിട്ട് ശരിക്കും ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, എൻ്റെ പെണ്ണിനും നീ സുഖപ്രസവം യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കൊടുക്ക് റബ്ബേ. ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകണില്ല എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അല്ലാ, നീ നിൻ്റെ കാവല് അവൾക്ക് കൊടുക്ക് റഹ്മാനെ. ഉസ്താദ് നൂർ ഫാത്തിമയുടെ അരികിൽ ചെന്നിരുന്നു. നാഫിക, റാഹത്തായില്ലേ എല്ലാം? അവരുടേത് അൽഹംദുലില്ലാ അവരുടേത് റാഹത്തായി. ഇനി എനിക്ക് എൻ്റെ ഒന്ന് റാഹത്തായി കിട്ടാനുണ്ടല്ലോ എൻ്റെ പെണ്ണെ. ഇൻഷാ അല്ലാ അത് റാഹത്താകും. പഠിച്ചോനല്ലേ വലിയവന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുഞ്ഞിനെയും യാതൊരു കുഴപ്പവും ബുദ്ധിമുട്ടും പ്രയാസമില്ലാതെ ഭൂമിയിലേക്ക് വരാൻ കഴിയട്ടെ. അതിനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. നാഫിക, നമ്മുടെ കുഞ്ഞിന് അറബി ഉമ്മ ഒരു പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇടാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വകയായിട്ട് ആ പേര് ഞാൻ അവന് വിളിക്കും. പിന്നെ നിങ്ങൾക്ക് ആ പേര് ഇഷ്ടമല്ലെങ്കിൽ വേറെ ഇടാം, അതൊന്നും കുഴപ്പമില്ല. സർട്ടിഫിക്കറ്റിലൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. പക്ഷേ എനിക്ക് പേര് വിളിക്കാനുണ്ട്. മോനായാലും മോളായാലും അതാണ് ഞാൻ വിളിക്കുക ഇൻഷാ അല്ലാ. അറബി ഉമ്മയുടെ ആഗ്രഹമായിരുന്നു. അറബി ഉമ്മക്ക് വല്ലാത്തൊരു സന്തോഷമാണ് ഈയൊരു പ്രസവത്തിലെ. കാരണം നൂർ ഫാത്തിമ തൻ്റെ വളർത്തുമകള്, പിന്നെ നാഫി ഉസ്താദ് അവരുടെ പുന്നാര കൺമണിയാണ് വരുന്നത്. ഇനി എൻ്റെ തലാലിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വേണ്ടേ അവൻ്റെ പഠനമൊക്കെ ഒന്ന് കഴിയട്ടെ ഇൻഷാ അല്ലാ. ഉസ്താദും നൂർ ഫാത്തിമയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറബി ഉമ്മ അങ്ങോട്ട് വരുന്നു. അവർ പെട്ടെന്ന് എഴുന്നേറ്റ്, ഹേ വേണ്ട, ഇരിക്കൂ, ഇരുന്നോളൂ, സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ നടന്നോളൂ കേട്ടോ, അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഉസ്താദ് അവളുടെ കൈ പിടിച്ചുകൊണ്ട് ആ പൂന്തോട്ടത്തിലേക്ക് നടക്കുന്നതിനിടയിൽ ശരിക്കും അറബിയുമ്മയും നൂർ ഫാത്തിമയുടെ മമ്മയും ആ ഒരു മനോഹരമായ കാഴ്ച കണ്ട് സന്തോഷിച്ചു. അവർ വിചാരിച്ചു, നാഫി ഉസ്താദിൻ്റെ ഉമ്മ കൂടി ഇവിടെ എത്തിയിരുന്നെങ്കിൽ വല്ലാത്ത സന്തോഷമായിരുന്നു. എങ്ങനെയെങ്കിലും അത് സെറ്റാക്കുവാൻ വേണ്ടിയിട്ട് അതാ അറബിയുമ്മ ഒരുങ്ങുകയാണ്. ഉമ്മയും ഉപ്പയും വന്നോട്ടെ മരുമകളുടെ പ്രസവം കാണാൻ. ആ ഒരു സമയത്ത്
അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ അവർക്കും ഉണ്ടാവില്ലേ കൊതി? ഇൻഷാ അല്ലാ അവരെയും ഇങ്ങോട്ട് കൊണ്ടുവരണം. നൂർ ഫാത്തിമയുടെ പ്രസവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവരുടെ ഫാമിലി. എല്ലാവർക്കും സുഖപ്രസവമാവണം, യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ. അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.